നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ചർമ്മത്തെ ഇറിറ്റേഷനുകളിൽ നിന്ന് സംരക്ഷിച്ച് ശാന്തമാക്കാനും ചുവന്ന പാടുകൾ മായ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് നീം ക്രീം. സൂര്യതാപം മൂലമുണ്ടാകുന്ന ചർമ്മ പ്രശ്നങ്ങൾ, പ്രാണികടി ഏൽക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അലർജി പ്രശ്നങ്ങൾ തുടങ്ങിയ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും നീം ക്രീം പരിഹാരമാണ്. അതുകൊണ്ട് ഇന്ന് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നീം ക്രീം തയ്യാറാക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ ഈ നീം ക്രീം തയ്യാറാക്കാൻ എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നോക്കാം. ആര്യവേപ്പില ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യുകയും സോഫ്റ്റ് ആക്കുകയും ചെയ്യും. ഇതിന് ആന്റി ഫംഗൽ ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആക്നെ മൂലമുണ്ടാകുന്ന പാടുകളും പിഗ്മെന്റേഷനും ഒക്കെ മാറാൻ ആര്യവേപ്പില സഹായിക്കും. മുഖക്കുരു മാറാനും ഇത് നല്ലതാണ്. കറ്റാർവാഴ ജെൽ പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ കറ്റാർവാഴ ജെൽ സഹായിക്കും. ചർമ്മം മോയ്സ്ചറൈസ് ചെയ്യാനും ഇത് നല്ലതാണ്. ബദാം എണ്ണ ഡ്രൈ സ്കിൻ ചികിത്സിക്കാനായി പണ്ട് മുതൽക്കേ ഉപയോഗിക്കുന്ന ഒന്നാണ് ബദാം എണ്ണ. സൂര്യതാപം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കാനും ബദാം എണ്ണ സഹായിക്കും. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ആര്യവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നന്നായി അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഇവിടെ നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിന് മുകളിൽ വെച്ച തുണിയിലേക്ക് ഇട്ട് കൊടുത്ത് അരിച്ചെടുക്കാം. നമുക്കിതിന്റെ നീര് മാത്രമാണ് ആവശ്യമുള്ളത്. ഇവിടെ അത് കിട്ടിയിട്ടുണ്ട്. അടുത്തതായി ഡബിൾ ബോയിൽ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഈ ജ്യൂസ് ചൂടാക്കിയെടുക്കണം. കുറഞ്ഞ തീയിൽ ഒരു 15 മിനിറ്റ് വരെ ഇത് തിളപ്പിക്കാവുന്നതാണ്. നീരിന്റെ നിറവും കൺസിസ്റ്റൻസിയും ഒക്കെ മാറി വരുന്നത് നമുക്ക് കാണാനാകും. ആ സമയം നമുക്ക് തീ ഓഫ് ആക്കാം. എന്നിട്ടിത് തണുക്കാനായിട്ട് വെക്കുക. അടുത്തതായി ഒരു പാത്രത്തിൽ 1 സ്പൂൺ മുഴുവൻ കറ്റാർവാഴ ജെൽ എടുക്കുക. ഇതിലേക്ക് 1 സ്പൂൺ ആൽമണ്ട് ഓയിലും ചേർക്കാം. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല ജെൽ കൺസിസ്റ്റൻസി ആകുന്നതുവരെ നമുക്കിത് മിക്സ് ചെയ്യണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് 1-2 സ്പൂൺ ആര്യവേപ്പിലയുടെ നീര് ചൂടാക്കിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമുക്കിതാ ഈ ഒരു പരുവത്തിന് ഇത് കിട്ടും. നല്ല കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ട് കറ്റാർവാഴ ജെല്ല് വേണമെങ്കിൽ ആവശ്യമുള്ളത്ര അളവിൽ ചേർത്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പാകത്തിന് ഇവിടെ ആയിക്കഴിഞ്ഞു. ഇവിടെ ഈ ക്രീം തയ്യാറാണ്. ഇത് അല്പം കയ്യിലെടുത്ത് സാധാരണ ക്രീം പോലെ തന്നെ ചർമ്മത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പാടുകളൊന്നുമില്ലാത്ത ഗ്ലോയിങ് ആയിട്ടുള്ള ചർമ്മം കിട്ടാനായിട്ട് ഈ ക്രീം സഹായിക്കും. മറ്റ് പല ചർമ്മ പ്രശ്നങ്ങൾക്കും ഇത് പ്രതിവിധിയാകും. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ട് ഈ ഒരു ക്രീം വീട്ടിൽ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്കും നല്ല ഒരു എഫക്റ്റ് ഉണ്ടാകും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.